എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളിലെ വിവരാവകാശ നിയമം 2005 പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് LDCക്കൊക്കെ ഇനി 5 മാർക്കാണ് നമ്മുടെ സുപ്രധാന നിയമത്തിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ചോദിക്കുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം അതിനകത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിവരാവകാശ നിയമമാണ്. അതുപോലെ തന്നെ വിവരാവകാശ നിയമം, അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതുപോലുള്ള 5 നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പാർട്ടായിട്ട് നമുക്ക് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. ഈ വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് പോയിന്റ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മാക്സിമം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. വിവരാവകാശ നിയമം 2005 അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അത് വിവരാവകാശ നിയമം എന്നത് ഒരു ജനറലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് ഇത്രയേ ഉള്ളൂ. വിവരാവകാശ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട നിയമം. മനസ്സിലായോടെ? ഇത്രയേ ഉള്ളൂ. അഴിമതിയൊക്കെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനുമായി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ സുതാര്യമാക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം 2005 അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ക്ലിയർ ആയേ? അപ്പം നമുക്ക് അടുത്തേലോട്ട് പോവാം. ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷമെന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്നത് PSC സ്ഥിരം ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷമാണ് 2005 ജൂൺ 15. പഠിച്ചു വെച്ചോ, 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം. ക്ലിയർ ആയേ? അതുപോലെ തന്നെ നമ്മുടെ വിവരാവകാശ നിയമം 2005 നിലവിൽ വന്ന വർഷമാണ് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. അപ്പം പാർലമെൻറ്റിൽ പാസ്സാക്കിയത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12. ക്ലിയർ ആയേ? അതുപോലെ തന്നെ നമ്മുടെ വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അഴിമതി ഇല്ലാതാക്കുക. ഇത്ര എളുപ്പമാണ്. സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക എന്നാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ അടുത്തത്, ലോകത്താദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്താദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ് ലോകത്താദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം. അടുത്തത്, വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം. അപ്പം 1997 തമിഴ്നാട്ടിലാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം. അതായത് വിവരാവകാശ നിയമം വരുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്, 1997. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ വിവരാവകാശ നിയമം വരുന്നതിന് മുമ്പ് തന്നെ പാസ്സാക്കിയ കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്. അവയുടെ പേരുകൾ നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ കുറച്ച് ഉള്ളിൽ കയറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിച്ചു വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നോക്കാം. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്, 1997. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ വിവരാവകാശ നിയമം വരുന്നതിന് മുമ്പ് തന്നെ കുറേ സംസ്ഥാനങ്ങളിൽ ഇത് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. തമിഴ്നാട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. തമിഴ്നാട് 1997. അതുപോലെ തന്നെ ഗോവയിലും അതേ വർഷം തന്നെ 1997 പാസ്സാക്കിയിട്ടുണ്ട്. ഗോവ സംസ്ഥാനത്തിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2000 രാജസ്ഥാനിലും 2000 കർണാടകയിലും അതുപോലെ തന്നെ ഡൽഹി, ആസാം, 2001 ഡൽഹിയിലും 2002 ആസാമിലും 2002 മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ 2003 മധ്യപ്രദേശിലും 2004 ജമ്മു കാശ്മീരിലും. അപ്പോൾ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വരുന്നത്? അതായത് ദേശീയ തലത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, ഗോവ, രാജസ്ഥാൻ, കർണാടക, ഡൽഹി, ആസാം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ. ക്ലിയർ ആയേ? ഇത്ര നമ്മൾ ഓർത്ത് വെക്കണം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ഇതുവരെയും തമിഴ്നാട് വരെ ചോദിച്ചിട്ടുള്ളൂ. ആദ്യം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. ഇനി ഒരു പക്ഷേ ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ കടുപ്പിക്കും തോറും ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എടുത്തത്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അപ്പോൾ എന്താണ്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ
വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. ഇതിൻ്റെ പേരങ്ങ് ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചേക്കണേ. അതായത് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. അത് ഞാൻ പേര് പഠിച്ചു വെക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണ്, ഇത് PSC ഓപ്ഷൻസ് വരുമ്പോൾ മസ്ദൂർ കിസാൻ സംഘടന, അതുപോലെ മസ്ദൂർ കിസാൻ സഭ എന്നൊക്കെ ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ അത് രാജസ്ഥാനിലെ സംഘടനയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന. അത് രാജസ്ഥാനിലെ സംഘടനയാണ്. അതിൻ്റെ സ്ഥാപക നേതാവ് എന്ന് പറയുന്നത് അരുണ റോയാണ്. അപ്പോൾ ഓർത്ത് നോക്കണം, രാജസ്ഥാനിലെ സംഘടനയാണ്, സ്ഥാപക അരുണ റോയാണ്. അപ്പോൾ അരുണ റോയ് സ്ഥാപിച്ച രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന. ക്ലിയറായ? ഇത്രയും ക്ലിയറായി പറഞ്ഞതിൽ ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം. വിവരാവകാശ നിയമത്തിലെ 6 അധ്യായങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വെച്ചാണ്, വിവരാവകാശ നിയമത്തിലെ 6 അധ്യായങ്ങളും 31 വകുപ്പുകളും 2 ഷെഡ്യൂളുകളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? വിവരാവകാശ നിയമത്തിലെ 6 അധ്യായങ്ങളും 31 വകുപ്പുകളും 2 ഷെഡ്യൂളുകളുമാണ് ഉള്ളത്. ക്ലിയറായി? ഇത്രയും പഠിച്ചേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6, അധ്യായങ്ങൾ 6, വകുപ്പുകൾ 31, ഷെഡ്യൂളുകൾ 2. അധ്യായങ്ങൾ 6, വകുപ്പുകൾ 31, ഷെഡ്യൂളുകൾ 2. ഇനി നമ്മൾ ഇത്രയും പഠിച്ചേ. അപ്പം 2 ഷെഡ്യൂളുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ഷെഡ്യൂളുകൾ നോക്കാം. ഒന്നാമത്തെ ഷെഡ്യൂൾ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞ. അതായത് ഇത് നമ്മുടെ വിവരാവകാശ കമ്മീഷണറൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷണർ ഒക്കെ ഇല്ലേ, അവരുടെയൊക്കെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്. ക്ലിയറായി? അപ്പോൾ ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത്, അതായത് ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഓഫീസുകൾ, സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഷെഡ്യൂൾ 2 പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ കമ്മീഷൻ്റെ സത്യപ്രതിജ്ഞ, കമ്മീഷണറുടെ സത്യപ്രതിജ്ഞയും. ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഓഫീസുകൾ, സ്ഥാപനങ്ങൾ. ക്ലിയറായേ? അടുത്തത് വിവരാവകാശ ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അപ്പോൾ അനുച്ഛേദം 19(1)(a), അതായത് അഭിപ്രായ സ്വാതന്ത്ര്യ പ്രകാരമാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വിവരാവകാശം ഒരു മൗലിക അവകാശം, അതായത് വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഇപ്പോഴേ പഠിച്ചു വെക്കണേ. അനുച്ഛേദം, അതായത് ആർട്ടിക്കിൾ 19(1)(a), ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. മൗലികാവകാശമാണ്, ഒരു വിവരാവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ക്ലിയറായേ? അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ കാലഘട്ടത്തിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒപ്പുവെച്ചത്. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. പാസ്സാക്കുമ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ്. ഒന്നാം UPA സർക്കാർ, അതായത് 2004 UPA സർക്കാരായിരുന്നല്ലോ. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്താണ് ഈ വിവരാവകാശ നിയമം വന്നത്. അപ്പോൾ അന്നേരം തന്നെ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ചത് രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു. അതുപോലെ തന്നെ പാസ്സാക്കുമ്പോഴുള്ള ഒന്നാം UPA സർക്കാരിൻ്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിരുന്നു. ക്ലിയറായി? ആ രീതിയിലൊന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ക്ലിയറായേ? അപ്പോൾ അടുത്തതിലോട്ട് പോവാം. ഇനി ഇതിനെക്കുറിച്ച്, വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണേ. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഫീസ്, സമയപരിധികൾ, ഇതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അതായത് ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ അപേക്ഷപ്പെടാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു ഓഫീസിലേക്ക് ഓഫീസിലെ നമ്മൾ കൊടുത്ത അപേക്ഷയുടെ സ്ഥിതിവിധികളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി നമ്മളൊരു വിവരാവകാശം കൊടുത്തു. ഒരു ഓഫീസിലെ ഒരു പൊതുകാര്യത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഒരു ഓഫീസിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൃഷി വകുപ്പിൽ
ഇത്ര തൈകൾ വന്നു കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ നമുക്ക് പൊതുജനം എന്നുള്ള രീതിയിൽ എനിക്കറിയാൻ കഴിയുന്നില്ല എത്ര വന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ അതറിയാൻ വേണ്ടി ഒരു വിവരാവകാശം കൊടുക്കുക കൃഷി വകുപ്പിലോട് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കുക. അപ്പം ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഒരു അപേക്ഷയിലൂടെ എനിക്ക് ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ്. ക്ലിയർ ആയ? അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ മൂല്യം 10 രൂപ. അപ്പോൾ എനിക്ക് വെറുതെ ഇപ്പോൾ ഒരു പേപ്പർ എഴുതിയിട്ട് ഒരു ഓഫീസിൽ കൊടുത്തിട്ട് വിവരാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വിലപ്പോകത്തില്ല. അപ്പം അതിൽ നമുക്കിപ്പോൾ അറിയാമല്ലോ ഓരോ ഒഫീഷ്യൽ കാര്യങ്ങൾക്കും ഓരോ ഒഫീഷ്യലായിട്ടുള്ള ഇത് വേണം. അപ്പോൾ വിവരാവകാശ നിയമം നമ്മൾ വിവരാവകാശം കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അപേക്ഷാ ഫീസോ അപേക്ഷാ ഫോമിലോ ഒട്ടിക്കേണ്ട ഒരു കോർട്ട് ഫീ സ്റ്റാമ്പ് കൂടെ വേണം. അപ്പോൾ സ്റ്റാമ്പ് മുഖ്യമാണ്. അപ്പോൾ കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അതായത് ഒന്നുകൂടെ പറയാം, വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ മൂല്യം 10 രൂപ. അപ്പോൾ കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ മൂല്യം എത്രയുടെ 10 രൂപ. അപ്പോൾ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അപേക്ഷാ ഫീസ് അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ മൂല്യം 10 രൂപ. ക്ലിയർ ആയ? അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്ത ഏത് വിഭാഗത്തിനാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPL, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, അതായത് BPLകാർക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുവാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തതാണ്. അപ്പം മനസ്സിലായി? അപ്പം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ BPL വിഭാഗത്തിലുള്ളവർക്ക് വിവരാവകാശത്തിന് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടതില്ല എന്നാണ് ഇത് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്തത്, സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപ, പരമാവധി പിഴ 25,000 രൂപ. അതായത് ഞാനിപ്പോൾ ഒരു വിവരം അറിയാൻ കൊടുത്തു, പക്ഷേ എനിക്ക് സമയപരിധിക്കുള്ളിൽ ആ വിവരത്തിൻ്റെ ഞാൻ കൊടുത്ത വിവരാവകാശത്തിൻ്റെ അപേക്ഷ പ്രകാരം എനിക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല ആ സമയപരിധിക്കുള്ളിൽ. അപ്പോൾ സമയപരിധിക്കുള്ളിൽ എനിക്ക് വിവരങ്ങൾ നൽകുന്നത് ആ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ദിവസത്തേക്ക് 250 രൂപ വെച്ച് പരമാവധി പിഴ 25,000 രൂപ വരെ അടയ്ക്കേണ്ടതാണ്. മനസ്സിലായി? ഒരു ദിവസത്തേക്ക് 250 രൂപ. അതായത് ഉദാഹരണം പറയുകയാണ് 30 ദിവസമാണല്ലോ കാലാവധി. 30 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ അപേക്ഷ കൊടുത്ത് വിവരാവകാശം കൊടുത്തതിൻ്റെ മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ മറുപടി തരേണ്ടത് ഉത്തരവാദിത്വം ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ആ ഓഫീസർ 30 ദിവസമായിട്ട് തന്നില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ 250 രൂപയാകും. പിന്നെ എത്ര ഇത് തരുന്നോ അങ്ങനെ ഓരോ ദിവസം പിന്നോട്ട് ഇയാൾ മറുപടി തരാതിരിക്കുകയാണെങ്കിൽ പരമാവധി പിഴ 25,000 രൂപ വരെ ആ ഉദ്യോഗസ്ഥൻ അടയ്ക്കേണ്ടതാണ്. ക്ലിയർ ആയേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപ, പരമാവധി പിഴ 25,000 രൂപ. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വിവിധ ഫീസുകൾ A4 A3 പേജിൽ വിവരം ലഭിക്കാൻ പേജ് 1-ന് 2 രൂപ. അപ്പോൾ എനിക്ക് A4-ലും A3 പേജിലും എനിക്ക് വിവരം നമുക്ക് വേണമല്ലോ. ആ A4 പേജിൽ വിവരം ലഭിക്കുവാൻ പേജ് 1-ന് 2 രൂപയാണ് അടയ്ക്കേണ്ടത്. പേജ് 1-ന് 2 രൂപ. അതുപോലെ തന്നെ ഡിസ്ക്, ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കുവാൻ ഡിസ്ക് 1-ന് 50 രൂപ. അപ്പം വിവരം നേരിട്ട് അപ്പം A4 പേജിൽ വിവരം ലഭിക്കുന്നതിന് പേജ് 1-ന് 2 രൂപയും ഡിസ്ക്, ഫ്ലോപ്പി എന്നിവയിൽ അതായത് CD-യിലൊക്കെ വിവരം ലഭിക്കുവാൻ ഡിസ്ക് 1-ന് 50 രൂപ വെച്ചും കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ 30 മിനിറ്റ് 10 രൂപ വെച്ചും നൽകേണ്ടതാണ്. അതായത് വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ മണിക്കൂർ സൗജന്യവും അതുപോലെ തന്നെ തുടർന്നുള്ള ഓരോ 30 മിനിറ്റ് 10 രൂപ വെച്ച് നൽകേണ്ടതുമാണ്. അടുത്തത് അത് നമ്മുടെ ഇത് ഞാനിപ്പോൾ പറഞ്ഞ ഫീസുകൾ പഴയ ഫീസാണ്. ഇപ്പോൾ കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ് നിരക്കുകളുണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ അതോടെ ഇട്ടത്. പഴയത് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ പുതിയതായിരിക്കും ഇനി മുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതോടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കേരള സർക്കാർ നിശ്ചയിച്ച പുതിയ ഫീസ് നിരക്കുകൾ. അതായത് A4 സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ പേജ് 1-ന് 3 രൂപ. നമ്മൾ പഠിച്ചാണ് നേരത്തെ 2 രൂപയുള്ളതിനും ഇപ്പം 3 രൂപയായി. അതായത് A4 സൈസ് പേപ്പർ വിവരം ലഭിക്കുവാൻ പേജ് 1-ന് നിലവിൽ ഇപ്പം 3 രൂപയാണ്. നേരത്തെ 2 രൂപയായിരുന്നു. അതുപോലെ തന്നെ
CD ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വിവരം ലഭിക്കുവാൻ 75 രൂപ. നേരത്തെ 50 രൂപയാണ്, നമ്മൾ പഠിച്ചതാണ് നേരത്തെ 50 രൂപയാണ്. അപ്പം കേരള സർക്കാർ നിശ്ചയിച്ച പുതുക്കിയ ഫീസ് നിരക്കുകൾ എന്തൊക്കെയാണ്? A4 സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ പേജ് ഒന്നിന് 3 രൂപയായിരുന്നു, നേരത്തെ 2 രൂപയായിരുന്നു, ഇപ്പം 3 രൂപയാണ്. അതുപോലെ തന്നെ CD ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വഴി വിവരം ലഭിക്കുവാൻ 75 രൂപ, നേരത്തെ 50 രൂപയാണ്, ഇപ്പം നിലവിൽ 75 രൂപയാണ് CD ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വിവരം ലഭിക്കുവാൻ. അതുപോലെ തന്നെ ഇതോടെ ഓർത്ത് വെച്ചോ, വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ മണിക്കൂർ സൗജന്യവും അതുപോലെ തന്നെ തുടർന്നുള്ള ഓരോ 30 മിനിറ്റ് 10 രൂപ വെച്ചും നൽകേണ്ടതുമാണ്. ക്ലിയറായി നമ്മൾ അത്രയും പഠിച്ചേ. ഇനി അടുത്തത് നമ്മൾ ഫീസ് അടയ്ക്കുന്ന രീതികൾ, അതായത് അപേക്ഷ ഫീസ് എങ്ങനെ അടയ്ക്കേണ്ട രീതികളാണ്. അതായത് കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി നമുക്ക് ഫീസ് അടയ്ക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ് ട്രഷറിയിൽ നമുക്ക് ഫീസ് അടയ്ക്കാം. അതുപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓർ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം. അപ്പം അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, DD, ബാങ്ക് ചെക്ക് വഴി അടയ്ക്കാം. അതുപോലെ തന്നെ പോസ്റ്റർ ഓർഡർ വഴി അടയ്ക്കാം. അപ്പം നമ്മൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട രീതികൾ ഏതൊക്കെയാണ്? കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി, ഗവൺമെൻറ് ട്രഷറി വഴി അടയ്ക്കാം, പബ്ലിക് ഇൻഫർമേഷൻ ഓർ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ടിച്ച റെസിപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം. അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓർ ബാങ്ക് ചെക്ക് വഴി അടയ്ക്കാം. അതുപോലെ തന്നെ പോസ്റ്റൽ ഓർഡർ വഴി അടയ്ക്കാം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വരും, ഫീസ് അടയ്ക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് കൂടുതലുണ്ട്. അതാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അടുത്തത് ലഭ്യമാകുന്ന വിവരങ്ങൾ. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു വിവരാവകാശ നിയമം കൊടുത്തു, വിവരാവകാശ നിയമത്ത് വഴി എനിക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, അതായത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ലഭ്യമാകുന്ന വിവരങ്ങൾ, വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉത്തരവുകൾ, ലോഗ് ബുക്കുകൾ, കരാറുകൾ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെക്കുറിച്ച് സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉത്തരവുകൾ, ലോഗ് ബുക്കുകൾ, കരാറുകൾ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെക്കുറിച്ച് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളായിട്ട് വരുന്നത്. ക്ലിയറായേ? അതുപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? അതായത് ഇപ്പോൾ നമുക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ ആർക്കാണ് നമ്മൾ അപ്പീൽ നൽകേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മറുപടി ലഭിച്ചതോ എന്തെങ്കിലും മറുപടി ലഭിക്കാതിരിക്കുന്നതിനൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. ആ ചോദ്യം ചെയ്യുന്നതിനാണ് നമ്മൾ അപ്പീൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ അപ്പീൽ നമുക്ക് ആർക്കാണ് നൽകേണ്ടതെന്നാണ്. അപ്പോൾ പ്രസ്തുത ഓഫീസിൽ ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥൻ, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തന്ന മറുപടിയോ നമുക്കൊന്നും തൃപ്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ മറുപടി ലഭിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിന്മേൽ പരാതി നൽകേണ്ടത് പ്രസ്തുത ഓഫീസിൽ ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥൻ, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഓഫീസർക്ക് നമുക്ക് അപ്പീൽ നൽകേണ്ടതാണ്. അപ്പീൽ നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാം അപ്പീൽ, അദ്ദേഹം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥന് അപ്പീൽ കൊടുത്തിട്ടും നമുക്കൊരു പ്രയോജനം കിട്ടുന്നില്ല, അയാൾ ആ ഉദ്യോഗസ്ഥൻ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പം രണ്ടാം അപ്പീൽ സമർപ്പിക്കാം. നമുക്കപ്പം ഒന്നാം അപ്പീൽ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥന് സമർപ്പിച്ചു, അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടാം അപ്പീൽ സമർപ്പിക്കാം. അപ്പോൾ രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, അതായത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്കോ അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും നമുക്ക് രണ്ടാം അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അതായത് ഞാനിപ്പോൾ ഇന്നൊരു വിവരാവകാശ നിയമത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ അയച്ചു. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് മുതൽ 20 വർഷം, ഇപ്പം ഇന്നിപ്പോൾ എത്ര 2024 അല്ലേ, 2014 2014 അപ്പോൾ 2004 വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് അന്തിമം. അപ്പം 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നതെങ്കിലും നമുക്ക് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് അന്തിമം. അതിനും 20 വർഷത്തിന് മുമ്പുള്ളതൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് അന്തിമമായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? അടുത്തത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസിൽ ഇടപെടുവാൻ അധികാരമില്ല. അതായത് ഇപ്പോൾ വിവരാവകാശ നിയമം സംബന്ധിച്ച് എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടപെടാം, ഹൈക്കോടതികൾക്ക് ഇടപെടാം,
ബാക്കി മറ്റേതെങ്കിലും ഒരു കോടതിക്ക് ഇടപെടാനേ കഴിയില്ല. അപ്പം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസിൽ ഇടപെടുവാൻ അധികാരമില്ല. ക്ലിയറായി? അപ്പോൾ അടുത്തതിലോട്ട് പോവാം. അടുത്ത വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത വിവരങ്ങൾ സെക്ഷൻ 8 ആണ്. വിവരാവകാശ നിയമം സെക്ഷൻ 8 പറയുന്നതാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത വിവരങ്ങൾ സെക്ഷൻ 8. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലഭ്യമാവാത്ത വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയും രാജ്യത്തിൻ്റെ സുരക്ഷതയും തന്ത്രപ്രധാനത്തെയും ശാസ്ത്രീയവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങളെയും വിദേശ രാജ്യവുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ. അപ്പം ഏതൊക്കെയാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത വിവരങ്ങൾ സെക്ഷൻ 8 പ്രകാരം? അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയും രാജ്യത്തിൻ്റെ സുരക്ഷയും തന്ത്രപ്രധാനത്തെയും അതുപോലെ തന്നെ ശാസ്ത്രീയവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങളും വിദേശ രാജ്യവുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം വിവരാവകാശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ കാര്യവും വിവരാവകാശ പ്രകാരമായി അറിയാൻ സാധിക്കത്തില്ല എന്നാണ് സെക്ഷൻ 8 പ്രകാരം പറയുന്നത്. അതായത് നമുക്ക് രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് വിവരാവകാശ നിയമം വഴി നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കുകയില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും കോടതിയോ ട്രൈബ്യൂണലുകളോ പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ വിവരങ്ങൾ, പ്രസിദ്ധീകരിച്ചാൽ കോടതി അലക്ഷ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ കോടതിയിലെ നടപടിക്രമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെ കുറ്റവാളികളുടെ അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തിനെയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. അത് തന്നെയാണ് ഈ പറഞ്ഞത്. അതായത് കോടതിയിലെ എന്തെങ്കിലും അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ പോലീസിൻ്റെ അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വിവരാവകാശ പ്രകാരം അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും തന്ത്രപ്രധാനമായ കാര്യങ്ങളും ശാസ്ത്രീയ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും വിദേശ ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒന്നും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് സെക്ഷൻ 8 പ്രകാരം പറയുന്നത്. അടുത്ത നോക്കാം. അടുത്ത സമയപരിധി. അതായത് സമയപരിധി എന്ന് പറഞ്ഞാൽ നമ്മൾ വിവരാവകാശത്തിന് നമ്മൾ അപേക്ഷ സമർപ്പിച്ചു, നമുക്ക് എത്ര ദിവസത്തിനാണ് ആ മറുപടി കിട്ടേണ്ടതെന്നുള്ളതാണ് സമയപരിധി വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷ സമർപ്പിച്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് ഞാനൊരു കൃഷി ഓഫീസിൽ അല്ലെ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയണം. അപ്പോൾ ഞാനൊരു അപേക്ഷ കൊടുത്തു, ഞാനൊരു വിവരാവകാശം കൊടുത്തു. ഓക്കെ, നമുക്ക് PSC റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. അതായത് PSC റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പഞ്ചായത്തിൽ ഇപ്പോൾ എത്ര LD ക്ലർക്ക് നിയമനം നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയണം. ഞാൻ ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 30 ദിവസത്തിനുള്ളിൽ തന്നെ അതിനുള്ള മറുപടി ലഭിക്കേണ്ടതാണ്. ക്ലിയറായേ? അപ്പം എത്ര നിയമനം നടന്നിട്ടുണ്ടോ, എത്ര ആണ് കാര്യങ്ങൾ എന്തൊക്കെയുള്ള PSCക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ നിയമനത്തിൻ്റെ ആ ഒരു വിവരാവകാശ നിയമപ്രകാരം എനിക്കത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, ഇത്രയേ ഉള്ളൂ. അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. ക്ലിയറായി? അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 35 ദിവസത്തിനുള്ളിൽ. അപ്പം ഞാൻ അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ എനിക്ക് മറുപടി 30 ദിവസത്തിനുള്ളിൽ കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഒരു പക്ഷേ ഞാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കല്ലാതെ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ എനിക്ക് മറുപടി ലഭിക്കേണ്ടത് 35 ദിവസത്തിനുള്ളിൽ. ഒന്നുകൂടെ പറയാം. നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കും. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മറുപടി നൽകി കഴിഞ്ഞാൽ നമുക്ക് 35 ദിവസത്തിനുള്ളിൽ മാത്രമേ മറുപടി ലഭിക്കത്തുള്ളൂ. ക്ലിയറായി? അത് ക്ലിയറായി. 30ഉം 35ഉം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി, അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി. ക്ലിയറായി? അത് ക്ലിയറായി. അതുപോലെ തന്നെ അടുത്തത്, ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 48 മണിക്കൂറിൽ. അതാണ് പറഞ്ഞത്. അടിയന്തര പ്രധാനമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി, അത് ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉള്ളതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് പറയുന്നത്, നിയമപ്രകാരം പറയുന്നത്. അതായത് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. ക്ലിയറായേ?
അടുത്തത് മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്ന എങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിൽ. അതായത് ഇപ്പം മൂന്നാമത്തെ വേറൊരു വ്യക്തിയുടെ വിവരത്തെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ ആ മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്ന എങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. അതുപോലെ തന്നെ മൂന്നാം കക്ഷിക്ക് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ്. അതുപോലെ തന്നെ മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസമാണ്. അതുപോലെ തന്നെ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസവും. അതുപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത്? മറുപടി ലഭിച്ച്, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു അപ്പീൽ നൽകാമെന്ന് പറഞ്ഞു. ഈ നമുക്ക് കിട്ടിയ മറുപടി പ്രകാരമോ അല്ലെങ്കിൽ മറുപടി കിട്ടാതിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്പീൽ നൽകാം. അപ്പം എത്ര ദിവസത്തിനാണ് നമുക്ക് ഒന്നാം അപ്പീൽ നൽകേണ്ടത്? മറുപടി ലഭിച്ചു അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. അപ്പം 30 ദിവസത്തിന് ഉള്ളിലാണ് നമുക്ക്, അതായത് മറുപടി നമുക്ക് ലഭിച്ചു ഇല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് നമുക്ക് ഒന്നാം അപ്പീൽ നൽകേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഒന്നാം അപ്പീൽ നമുക്ക് തരുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ അയാൾ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന് നമുക്ക് ഒന്നാം അപ്പീൽ നൽകാം. അതുപോലെ തന്നെ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ 45 ദിവസത്തിനുള്ളിൽ. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒന്നാം അപ്പീൽ ആ ഉദ്യോഗസ്ഥൻ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ് തീർപ്പാക്കേണ്ടത്. 30 ദിവസത്തിനുള്ളിലാണ് തീർപ്പാക്കേണ്ടത്. അതായത് ഒന്നുകൂടെ പറയാം, ഒന്നാം അപ്പീൽ നമ്മൾ 30 ദിവസത്തെ ഒന്നാം അപ്പീൽ നമ്മൾ നൽകേണ്ടത് 30 ദിവസത്തിനുള്ളിൽ, ഒന്നാം അപ്പീൽ നമ്മൾ നൽകേണ്ടത് മറുപടി ലഭിച്ചത്, അതായത് നമ്മൾ മറുപടി ലഭിച്ചോ അല്ലെങ്കിൽ മറുപടി ലഭിക്കാതെയോ ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഒന്നാം അപ്പീൽ. അപ്പോൾ ഒന്നാം അപ്പീൽ നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് കൊടുക്കേണ്ടത്. നമ്മൾ പഠിച്ചതാണ്. അപ്പം നമ്മൾ കൊടുത്ത ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത്, പരിഹാരം കാണേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. ആ അപ്പീൽ നമ്മൾ കൊടുത്ത ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. എന്തെങ്കിലും മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ 45 ദിവസത്തിനുള്ളിലാണ്. അപ്പം മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ, ഇല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ. ക്ലിയർ ആയോ? അതുപോലെ തന്നെ എത്ര ദിവസത്തിലാണ് രണ്ടാം അപ്പീൽ നൽകാവുന്നത്? അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ. അപ്പം നമ്മൾ പറഞ്ഞു ഒന്നാം അപ്പീൽ നമ്മൾ നൽകിയിട്ട് നമുക്ക് അതിൽ തീർപ്പാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് രണ്ടാം അപ്പീൽ നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ നമുക്ക് നൽകാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ എത്ര ദിവസത്തിലാണ് രണ്ടാം അപ്പീൽ നൽകേണ്ടത്? രണ്ടാം അപ്പീൽ നൽകേണ്ടത് 90 ദിവസത്തിനുള്ളിൽ. അപ്പോൾ 90 ദിവസത്തിനുള്ളിലാണ് രണ്ടാം അപ്പീൽ നൽകേണ്ടത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. അപ്പം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. അപ്പോൾ പ്രത്യേക സമയപരിധി ഇല്ല. രണ്ടാം അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് പ്രത്യേക സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയ? സമയപരിധിയെക്കുറിച്ച് എല്ലാം ക്ലിയർ ആയെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. അടുത്തത് ഇനി നമ്മൾ ഇത്രയുമാണ് നമ്മൾ വിവരാവകാശ നിയമത്തെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വിവരാവകാശ നിയമം 2005 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അതായത് വിവരാവകാശ നിയമം 2005 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയമാണ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വരുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? കേന്ദ്ര ചീഫ്, അതായത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. അപ്പോൾ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതുപോലെ തന്നെ 10ൽ കൂടാത്ത ബാക്കിയുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3-അംഗ സമിതി. അപ്പം ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതും ഒരു 3-അംഗ സമിതിയിലാണ്. അപ്പം 3-അംഗ സമിതിയിൽ ആരൊക്കെയാണ് വരുന്നത്? പ്രധാനമന്ത്രി,
ലോകസഭാ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഓർത്തു വെച്ചോണേ, 3 അംഗ സംഘം വഴിയാണ് ഈ ഇൻഫർമേഷൻ കമ്മീഷണറെയും ചീഫ് കമ്മീഷണറെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതിയിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, ഓർത്തു വെക്കണം, രാജ്യസഭയല്ല, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രി. ആ ക്യാബിനറ്റ് മന്ത്രിയെ നമ്മൾ പ്രധാനമന്ത്രി പറയുന്ന ഒരു മന്ത്രിയാണ്, ഇന്ന മന്ത്രി എന്ന് പ്രത്യേകം എടുത്തു പറയുന്നില്ല, പ്രധാനമന്ത്രി പറയുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്നതാണ് 3 അംഗ സമിതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും ബാക്കിയുള്ള കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആയി? അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 1-ാം ഷെഡ്യൂൾ പ്രകാരമാണ്, നമ്മളോട് പഠിച്ചതാണ്. അതുപോലെ തന്നെ രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ് രാജിക്കത്ത് നൽകുന്നത്. അതുപോലെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. ബട്ട് സുപ്രീം കോടതിയുടെ ഉപദേശ പ്രകാരം മാത്രമേ പ്രസിഡന്റ് അവരെ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പം അടുത്ത് നോക്കാം. നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് CIC ഭവനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, CIC ഭവൻ ന്യൂഡൽഹി. അപ്പോൾ ആസ്ഥാനം എവിടെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ? CIC ഭവൻ ന്യൂഡൽഹി. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. അതുപോലെ തന്നെ ആദ്യ വനിതയാണ് ദീപക് സന്ധു. ആദ്യ വനിത ദീപക് സന്ധു. അതുപോലെ തന്നെ രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ, അതായത് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? ഹിരാലാൽ സമരിയ. 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹിരാലാൽ സമരിയ. ഹിരാലാൽ സമരിയക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാവുന്ന ആദ്യ ദളിത് വിഭാഗത്തിലെ ഒരാൾ കൂടിയാണ് ഈ ഹിരാലാൽ സമരിയ. ക്ലിയർ ആയേ? അടുത്ത നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അടുത്ത നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. അപ്പോൾ 2005 ഡിസംബർ 19-നാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അതുപോലെ തന്നെ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ക്ലിയർ ആയ? കേന്ദ്രത്തിലെ പോലെ തന്നെ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ തന്നെ 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ് അടങ്ങുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി അടക്കം 3 അംഗ സമിതി. അപ്പോൾ ഒരു ക്യാബിനറ്റ് മന്ത്രി ആരാന്ന് മുഖ്യമന്ത്രിക്ക് തിരഞ്ഞെടുക്കാൻ, മുഖ്യമന്ത്രി പറയുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറയുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവുമാണ് തെരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതും ഗവർണറാണ്, ബട്ട് സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം മാത്രം. അതുപോലെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അതുപോലെ തന്നെ നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, അതായത് കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ ആണ് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് വരുന്നത്. ക്ലിയർ ആയി? ഇത്രയേ ഉള്ളൂ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വിവരാവകാശ ഭേദഗതി ചെയ്തായിരുന്നു. 2019 വിവരാവകാശ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കേണ്ടതായിട്ടുള്ളൂ ഈ ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് പഠിക്കാം. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2019 ജൂലൈ 19-നാണ് ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ച ജിതേന്ദ്ര സിംഗ് ഓർത്തു വെച്ചോണം. ജിതേന്ദ്ര സിംഗ് 2019 ജൂലൈ 19-നാണ് അവതരിപ്പിച്ചത്. അപ്പോൾ 2019 ജൂലൈ 19-ന് ജിതേന്ദ്ര സിംഗ് ആണ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ക്ലിയർ ആയി? അതുപോലെ തന്നെ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22-ന്. അപ്പോൾ 2019 ജൂലൈ 22-നാണ് ബില്ല് ലോക്സഭ പാസ്സാക്കിയത്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25-ന്. അപ്പോൾ ജൂലൈ 22-ന് 2019 ജൂലൈ 22 ലോക്സഭ പാസ്സാക്കി. 2019 ജൂലൈ 25-ന് രാജ്യസഭ പാസ്സാക്കി. രാഷ്ട്രപതി ഒപ്പുവെച്ചത് ബില്ല് 2019 ഓഗസ്റ്റ് 1. 2019 ഓഗസ്റ്റ് 1-ന് ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചു. ക്ലിയർ ആയേ?
അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒന്ന് വിവരാവകാശ ഭേദഗതി നിയമം 2019 എന്തൊക്കെയാണ് പറയുന്നതെന്ന് അതോടെ ഒന്ന് പഠിക്കാം. അതോടെ ഉള്ളൂ. അപ്പം 2019 RTI അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമായി ചുരുക്കി. അപ്പം ഭേദഗതി നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമായിട്ട് ചുരുക്കി. അപ്പോൾ അവരുടെ കാലാവധി 3 വർഷമായിട്ട് ചുരുക്കി. നേരത്തെ 5 വർഷവും 65 വയസ്സ് വരുന്നു, ഇപ്പം 3 വർഷമായിട്ട് ചുരുക്കി. അതൊരു ഭേദഗതി ചെയ്തു. അതുപോലെ തന്നെ 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാന കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റാനുകൂല്യവും തീരുമാനിക്കുന്നത് ഇനി മുതൽ സർക്കാരാണ്. അപ്പോൾ സർക്കാരാണ് ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് ഇനി മുതൽ സർക്കാരാണ്. അതുപോലെ തന്നെ 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. അപ്പോൾ 2,50,000 രൂപയാണ് 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 2,50,000 ആണ്. 50,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2,25,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അതോടെ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് 2019 ഭേദഗതി നിയമപ്രകാരം 3 വർഷമായിട്ട് വിവരാവകാശ കമ്മീഷണർമാർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെയുള്ള എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമായി ചുരുക്കി. അതുപോലെ തന്നെ ഇവരുടെ ശമ്പളവും മറ്റാനുകൂല്യവും ഇനി മുതൽ സർക്കാരാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം ഈ 2,50,000 രൂപ. അതുപോലെ തന്നെ ബാക്കിയുള്ള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം 2,25,000 രൂപയും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഭേദഗതി നിയമം 2019 വരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അതായത് വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതായത് വിവരാവകാശ ഇതിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഇത് മാക്സിമം നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായൊരു ക്ലാസ്സുമാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ലൈക്ക് ചെയ്ത് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ക്ലാസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക. അതിപ്പം വിവരാവകാശ നിയമത്തെക്കുറിച്ച് കംപ്ലീറ്റ് പോയിന്റ്സ് നമ്മൾ എല്ലാ പോയിന്റ്സും കളക്ട് ചെയ്താണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം വിവരാവകാശ നിയമം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത സുപ്രധാന നിയമമായിട്ട് വരുന്നതാണ്. അത് നമ്മൾ സുപ്രധാന നിയമങ്ങളിൽ 5 ക്ലാസ്സിനുള്ളിൽ നമ്മളിത് തീർക്കുന്നതാണ്. തീർത്തു കഴിഞ്ഞാൽ സുപ്രധാന നിയമങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിൽ തന്നെ. പ്രീവിയസ് ആയിട്ട് ചോദിച്ചതും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പറയുവാണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം താങ്ക് യു ഓൾ.